അടുത്തതായിട്ട് നമ്മുടെ മുൻ കേരള വനം വകുപ്പ് മന്ത്രിയും മുൻ രാജ്യസഭാ എംപിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഓൾ ഇന്ത്യ ലേബർ കോൺഗ്രസിൻ്റെ പ്രസിഡന്റും ഒക്കെ ഒരു പ്രമുഖ വാഗ്മിയും സത്യസന്ധമായ രാഷ്ട്രീയം എന്നും പ്രസംഗിക്കുന്ന ശ്രീ ബിനോയ് വിശ്വത്തിനെ ഈ വേദിയിൽ ഫെലിസിറ്റേഷനായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, ഒരു കാര്യം തീർപ്പായി, ആന് ഈ ജന്മത്തിൽ രക്ഷയില്ല. അതുകൊണ്ട് ഷി ഹാസ് ടു വെയിറ്റ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്താണ് പറയേണ്ടതെന്നും. ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് മനസ്സിലിങ്ങനെ അലയടിക്കുന്നുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ എല്ലാം ബാല്യത്തിലെ ഓണം, നമ്മുടെ നാട്, ജനങ്ങൾ, നമ്മുടെ രാജ്യം, ലോകം, ഇതെല്ലാം ചിന്തിക്കാൻ ഓരോ ഓണക്കാലവും നമ്മളോട് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഇടയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എന്താണ് പറയേണ്ടതെന്ന് ഞാൻ സ്വയം എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു. ഓർമ്മയിലേക്ക് വരുന്നത് ഒരു പേരാണ്. ആ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കമ്മ്യൂണിസ്റ്റായ ഞാൻ ആ പേര് ആദ്യം പറയുമെന്ന് പലരും ഓർത്ത് കാണില്ല. ആ പേര് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കമ്മ്യൂണിസ്റ്റ് അല്ല. ഇന്നത്തെ ലോകത്ത് കമ്മ്യൂണിസ്റ്റായവരും അല്ലാത്തവരുമെല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് വലിയ കാര്യങ്ങൾ, മനുഷ്യൻ്റെ വ്യാകുലതകൾ, ആശങ്കകൾ, സങ്കടങ്ങൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം പറയാൻ ശ്രമിക്കുന്ന ആ വലിയ മനുഷ്യനെ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ലാതിരിക്കുമ്പോഴും എനിക്ക് വലിയ ആദരവാണ്. കിട്ടാവുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും പുസ്തകങ്ങളും എല്ലാം ശ്രദ്ധിച്ച് വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. വളരെ പ്രശസ്തമായൊരു ചാക്രിക ലേഖനമാണ് അദ്ദേഹത്തിൻ്റെ ലൗദാത്തേസ എന്ന് പറയുന്ന, അങ്ങേക്ക് സ്തുതി എന്നാണ് അതിൻ്റെ മലയാളം. ദൈവസ്തുതിയാണ് അതിൻ്റെ ഇതിവൃത്തം. പക്ഷെ അത് മാത്രമല്ല, ദൈവത്തെ സ്തുതിക്കുന്നവർ ആദ്യം സ്തുതിക്കേണ്ടത് മനുഷ്യനെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒരുപാട് അദ്ദേഹം പറയുന്നുണ്ട്. ആ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു ഈ ഭൂമിയെപ്പറ്റി, ദ എർത്ത് അവർ കോമൺ ഹോം എന്ന്. ഭൂമി നമ്മുടെ പൊതുവാസ സ്ഥലമാണ് എന്നാണ് അദ്ദേഹം ഊന്നി പറയുന്ന കാര്യം. ഈ നാൾ മാത്രമല്ല, ഈ ആഴ്ച മാത്രമല്ല, ഈ മാസവും വർഷവും മാത്രമല്ല, നമുക്കെല്ലാവർക്കും എപ്പോഴും ഓർത്തു വയ്ക്കേണ്ട ഒരു ഘടകമാണത്, സത്യമാണത്. ഭൂമിയാണ് നമ്മുടെ പൊതുവാസസ്ഥലം. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും, ജ്ഞാനായക്കരുടെ മാത്രമല്ല, ക്രിസ്ത്യൻസിൻ്റെ മാത്രമല്ല, മുസ്ലിം, ഹിന്ദു, ഇതൊന്നും അവസാന വാക്കല്ല. അവസാന വാക്ക് മനുഷ്യനാണ്. മനുഷ്യനാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആ നിലപാടിനെയാണ് എനിക്ക് ആദരവ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ക്രിസ്തുവിനെ ഓർക്കാറുണ്ട്. 2000 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ച ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു വലിയ പാഠമാണെന്ന് നമുക്കറിയാം. താൻ ജീവിച്ച കാലത്തെ അനീതിക്കെതിരെ അദ്ദേഹം പോരാടിയ വഴി നമുക്കറിയാം. മരക്കുരിശുമായി അദ്ദേഹം നടന്നുപോയ വീഥികളിലെ ത്യാഗം നമുക്കറിയാം, സഹനം നമുക്കറിയാം. ഗാഗുൽത്താ മലയിലെ പീഡാനുഭവങ്ങളുടെ മുമ്പിൽ ക്രിസ്തു പറഞ്ഞത്, കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്നാണ്. ആ ക്രിസ്തുവിൻ്റെ വാക്കുകൾ ചിന്തിക്കാനും അതേപ്പറ്റി പഠിക്കാനും ആ വാക്കുകൾ ആഴത്തിലേക്ക് നോക്കാനും ഇന്നത്തെ ഓരോ മനുഷ്യരോടും മാർപ്പാപ്പയുടെ ലേഖനങ്ങളും പ്രസംഗങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഞാനതിനെ കാണുന്നത്. മാർപ്പാപ്പയെപ്പറ്റി ഒരിക്കൽ അമേരിക്കയിൽ തന്നെയുള്ള ഫോക്സ് TV പറഞ്ഞു, വത്തിക്കാനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എത്തിയിരിക്കുന്നുവെന്ന്. 2 കൈയും പൊക്കി അദ്ദേഹം പറഞ്ഞു, ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. വെൻ ദേ സ്പീക്ക് ദ ട്രൂത്ത് ഐ സേ ദേ സെഡ് ഇറ്റ്. അതിനപ്പുറം ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നത്. സത്യം ആർജവത്തോടെ പറയുന്ന ധീരതയെപ്പറ്റി ഓർത്താണ് എനിക്ക് സ്നേഹം. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ കോമൺ ഹോമായ, പൊതു വാസഗേഹമായ ഭൂമിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചിന്തിക്കാൻ ഈ ഓണക്കാലം നമ്മൾ പറയുന്നുണ്ട്. കള്ളവും ചതിയുമില്ലാത്ത, എള്ളോളം പൊളിവചനമില്ലാത്ത, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാഴുന്ന ആ കാലമാണ് നമ്മുടെ സ്വപ്നം. എല്ലാ ജനപദങ്ങൾക്കുമുണ്ട് സ്വപ്നങ്ങൾ.
മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത് അത് തന്നെയാണ്. ഐ ഹാവ് എ ഡ്രീം ആരംഭിക്കുന്ന പ്രസംഗം ചരിത്രം മറക്കാത്ത ഒന്നാണ്. ഐ ഹാവ് എ ഡ്രീം. വെളുത്തവരും കറുത്തവരും ഉയർന്നവരും താണവരും എല്ലാവരും ഒന്നായി ജീവിക്കുന്ന ഒരു കാലമാണ് എൻ്റെ സ്വപ്നമെന്ന് പറഞ്ഞ ആ വാക്കുകൊടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, മലയാളി ഭാവിയെപ്പറ്റി കണ്ട ഏറ്റവും മനോജ്ഞമായ സ്വപ്നമാണ് ഓണം. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് എല്ലാ മനുഷ്യരും എവിടെയെല്ലാമാണ് അവരെങ്കിൽ പോലും മലയാളിയാണെങ്കിൽ അവരെല്ലാവരും ഒന്നുപോലെ ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിലെ പങ്കുപറ്റാൻ വേണ്ടിയാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഒരുപാട് ഞാൻ നീട്ടിക്കൊണ്ടുപോയി നിങ്ങളെ പരീക്ഷിക്കുകയല്ല. എനിക്ക് ചുരുക്കി പറയാനുള്ളത്, ഈ പൊതു വാസസ്ഥലമായ ഭൂമിക്ക് എന്ത് പറ്റുകയാണ്? ഇത് ചോദിക്കാൻ നമ്മളെല്ലാം നിർബന്ധിതരാണ്. നമുക്കെല്ലാം കടമയുണ്ട്. ഭൂമിയുടെ ഭാവി എന്താണ്? ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നാം ചോദിക്കുമ്പോൾ വയനാടിനെ പറ്റി നാം ചിന്തിക്കാതിരിക്കാൻ പാടില്ല. മനുഷ്യൻ എത്ര പരക്കം പായുമ്പോഴും അതിനെല്ലാം അപ്പുറത്ത് നാം സൂക്ഷിച്ചു വെക്കേണ്ട ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട്, നിലപാടുകളുണ്ടെന്ന് പറയുവാൻ അനുഭവങ്ങൾ പ്രേരിപ്പിക്കണം നമ്മളെ. എല്ലാം കുത്തിക്കവരാൻ വേണ്ടിയുള്ളതല്ല, എല്ലാം ആർത്തി പിടിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയല്ല. ഒരാർത്തിയും ആത്യന്തികമായി ശരിയല്ല. എല്ലാ ആർത്തിയും എല്ലാവരും എന്നും താങ്ങുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. നമ്മളെല്ലാം പറഞ്ഞു പോരുന്നുണ്ട് ഭൂമിയെപ്പറ്റി. ഭൂമി സർവം സഹയാണെന്ന്. നുണയാണത്. ഭൂമി സർവം സഹയല്ല. ഈ സദസ്സിൽ ഏറ്റവും അധികം ഉള്ളത് സ്ത്രീകളാണ്. പുരുഷന്മാർ വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലാവിടെ പോയാലും കാണുന്ന കാഴ്ച അതാ. സ്ത്രീകൾ ഒരുപാട് പേർ സജീവമായി സന്തോഷത്തോടെ പങ്കെടുക്കുന്നു. ആണുങ്ങൾ ആനുപാതികമായി കുറയുന്നു. ഉള്ള ആണുങ്ങൾ പുറത്ത് ഒരു കാറിൻ്റെ പുറകിൽ ഡെക്ക് തുറന്ന് വെച്ച് കൂടി നിൽക്കുന്നു. അതിൻ്റെ തെറ്റ് ശരിയും പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ഞാൻ കാണുന്ന കാഴ്ച അതാണ്. പിന്നെ വാട്ട് വി മിസ് ഹിയർ, നമ്മുടെ മക്കൾ എവിടെയാണ്? ആ തലമുറ എവിടെയാണ്? നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ കഴമ്പുള്ള ഒന്നാണെന്ന് എന്തേ അവർക്ക് തോന്നുന്നില്ല? അല്ലെങ്കിൽ അവരെ തോന്നിപ്പിക്കാൻ നമുക്കെന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ ചോദ്യങ്ങളെല്ലാം നമ്മളെല്ലാം ചോദിക്കണം. ഇത് രാഷ്ട്രീയ ചോദ്യമല്ല. ഈ ചോദ്യം മതത്തിനും ബാധകമാണ്, വിശ്വാസങ്ങൾക്കെല്ലാം ബാധകമാണ്. മതങ്ങളെയും വിശ്വാസങ്ങളെയും പറ്റി പറയുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞു മനുഷ്യപ്രവൃത്തിയെപ്പറ്റി. എന്തിനാണ് മനുഷ്യപ്രവൃത്തികൾ? അദ്ദേഹം പറയുകയാണ്, പണമുണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലാ മനുഷ്യപ്രവൃത്തിയുമെന്ന് വന്നാൽ, എല്ലാത്തിനേക്കാളും അപ്പുറത്ത് പണമാണ് എല്ലാമെന്ന് വന്നാൽ, നമ്മളെല്ലാം പ്രിയങ്കരമായി കാണുന്ന എല്ലാ മൂല്യങ്ങളും തകർന്നു വീഴും. വിശ്വാസവും മതവും എല്ലാം പറയുന്ന എല്ലാ മൂല്യവും തകർന്നു വീഴും. നാം പറയുന്നു, ഞാനല്ല, നിങ്ങളെല്ലാവരും പറയുന്നു ഏറ്റവും വലുത് ദൈവമാണെന്ന് പറയുന്നു. ഞാൻ അത് പങ്കുവെക്കുന്ന ആളല്ല. അതിനർത്ഥം ഞാനൊരു ഭ്രാന്ത് പിടിച്ച ആളാണെന്നുമല്ല. സത്യം പറയേണ്ട എല്ലാ വേദികളിലും സത്യം പറയുമ്പോൾ ഞാൻ പറയുന്നു, ഞാൻ അങ്ങനെ നോക്കിയാൽ ഈശ്വര വിശ്വാസിയല്ല. എൻ്റെ വിശ്വാസം മനുഷ്യനിലാണ്. ഈശ്വരൻ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ മൂല്യങ്ങളെ, ഭൂമിയുടെ നന്മകളെ, പ്രകൃതിയുടെ സ്നേഹത്തെ, അതിൻ്റെ എല്ലാം സത്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് സാങ്കേതികമായി ദൈവത്തെ വിശ്വസിക്കാതെയും അയാൾക്ക് വിശ്വാസികളുടെ നന്മകളെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴത്തെ മുഖ്യ പ്രശ്നം അതാണ്. വിശ്വാസിയാണോ അവിശ്വാസിയാണോ അതല്ല. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, നമുക്കെല്ലാവർക്കും പൊതുവായി സൂക്ഷിക്കേണ്ട ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. അത് മാനവരാശിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ആഗോള താപനത്തെപ്പറ്റി തന്നെയാണ്. വയനാട് മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓർക്കാപ്പുറത്ത് പ്രകൃതിയുടെ ക്ഷോഭങ്ങൾ. നാം കുന്നുമുട്ടി വെച്ച പണം എന്ത് ചെയ്തു? നാം വെട്ടിപ്പിടിച്ച സാമ്രാജ്യങ്ങൾക്ക് എന്ത് പറ്റി? നാം പരക്കാൻ പറയുന്നതല്ല എന്തിനു വേണ്ടിയാണ്, അതൊക്കെല്ലാം എന്ത് പറ്റി? ഒരു നിമിഷം മതി, എല്ലാം തീരുകയാണ്. പ്രകൃതി നമ്മോട് പറയുകയാണ് ഭൂമി സർവം സഹയല്ല എന്ന്. അവിടെ ഞാൻ പറയുകയാണ്, അമ്മമാരൊക്കെ പണ്ട് പറയുമായിരുന്നു വീടുകളിലൊക്കെ വെച്ച് മക്കളോട്, പ്രത്യേകിച്ച് പെൺമക്കളോട്, മോളെ നമ്മൾ പെണ്ണുങ്ങളാണ്, അടക്കവും ഒതുക്കവും വേണം, എന്ത് കണ്ടാലും കാണാത്ത പോലെ പൊയ്ക്കോളണം, ഇല വന്ന് മുള്ളിൽ വീണാലും
മുഴുവൻ നിലയിൽ വീണാലും ആർക്കാ കേട്? ഇത്രയും പറഞ്ഞിട്ട് എല്ലാ അമ്മമാരും പറയും നമ്മൾ ഭൂമിയെപ്പോലെ ക്ഷമ കാണിക്കണമെന്ന്. ആ അമ്മമാരുടെ ധാരണ ഭൂമിക്കെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പറ്റുമെന്നായിരുന്നു. പക്ഷെ പറ്റുമോ? ഭൂമി ഒരു വട്ടമല്ല പലവട്ടം പറഞ്ഞു കഴിഞ്ഞു എല്ലാം സഹിക്കാൻ ഭൂമിക്കാവില്ല എന്ന്. എല്ലാം സഹിക്കാൻ പെണ്ണിനുമാവില്ല. എല്ലാം ആരും സഹിക്കില്ല. ഒരളവോടെ എല്ലാം സഹിക്കും. ആ അളവ് കഴിയുമ്പോൾ ആരും പൊട്ടിത്തെറിക്കും. ഭൂമി തോളിൽ ഇളക്കിയതാണ് എനിക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഭൂമി കുലുക്കങ്ങൾ, ഉരുൾപൊട്ടലുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, കൂട്ടമരണങ്ങൾ. അതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നാം കാണുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയെ ഭാവിക്ക് വേണ്ടി കാത്തുരക്ഷിക്കണം. നമ്മുടെ മക്കൾ നാളെ ജീവിക്കാൻ വരും ഇവിടെ. അവർക്ക് വേണ്ടി നാം എന്ത് ബാക്കി വയ്ക്കുന്നു? അതാണ് ചോദ്യം. നാം ബാക്കി വയ്ക്കുന്നത് എന്തായിരിക്കും അവർക്ക് വേണ്ടി? നമ്മൾ പറയും ഒരുപാട് ബാങ്ക് ബാലൻസ്, വലിയ കൊട്ടാരം കണക്കിലുള്ള വീടുകൾ. 5000 കോടി രൂപയ്ക്ക് ഇന്ത്യയിൽ ഒരാളൊരു വീട് പണിതു. 5000 കോടി രൂപയ്ക്ക്. അനവധി കോടി പേർക്ക് ജീവിക്കാൻ വീടില്ല, ചെറിയ കൂര പോലുമില്ല. ആ നാട്ടിൽ ഒരാൾ, 5 പേരുടെ ഒരാൾ, കുടുംബത്തിൻ്റെ ഒരാൾ 5000 പേർക്ക് വേണ്ടി വീട് വയ്ക്കുന്നത് വാസ്തവത്തിൽ നല്ലതോ ചീത്തയോ? അയാൾ വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, എത്ര കോടി അയാൾ ദൈവത്തിന് വേണ്ടിയും അമ്പലത്തിന് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും കൊടുത്തു വന്നിരിക്കട്ടെ, ഈ അനീതി ദൈവം പൊറുക്കുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ വാദം ദൈവം ഇത്തരം അനീതി പൊറുക്കാതിരിക്കട്ടെ എന്നാണ്. എന്തായാലും ഈ പണമെല്ലാം ഉണ്ടാക്കി വെച്ചുകൊള്ളുക. പക്ഷേ നമ്മുടെ മക്കൾ നാളെ ജീവിക്കാൻ വരുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ശുദ്ധവായു ബാക്കി വയ്ക്കുമോ? ശുദ്ധജലം ബാക്കി വയ്ക്കുമോ? നമ്മുടെ മക്കൾക്ക് ചവിട്ടു നിൽക്കാൻ വേണ്ടി മലിനമാകാത്ത ഒരു പിടി മണ്ണ് നമ്മൾ ബാക്കി വയ്ക്കുമോ? അതാണ് ചോദ്യം. അതേപ്പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്, മാർപ്പാപ്പ പറഞ്ഞത്, ഈ പൊതുവാസഗേഹത്തിൻ്റെ അത്തരം പൊതുവായ ലക്ഷ്യങ്ങളെയും താല്പര്യങ്ങളെയും രക്ഷിക്കലാണ് നമ്മുടെ കടമയെന്ന്. അതിൽ നമുക്കെല്ലാം കൈകോർത്ത് പിടിക്കണം. അതിനകത്ത് ഒരു വ്യത്യാസങ്ങളും പാടില്ല. ജാതി ചിന്ത, മതചിന്ത, രാഷ്ട്രീയ ചിന്ത അതെല്ലാം വേറെ വേറെ ആയിരിക്കാം. അതെല്ലാം വേറെ ആയിരിക്കുമ്പോഴും പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു പോകാൻ പറയുന്നുണ്ട് ഓണം. അതാണ് മാവേലിയുടെ നാടിൻ്റെ മനോജ്ഞമായ പൈതൃകമെന്ന് നാം ഓർത്തു പോവുകയാണ്. അതിലേക്ക് വേണ്ടി നമ്മളെല്ലാവരെയും സമർപ്പിക്കാൻ വേണ്ടിയാണ് നാം എല്ലാ കാലത്തും ഓണത്തെ ഓർക്കുന്നത്. ആഘോഷത്തിമിർപ്പുകളും ആരവങ്ങളും എല്ലാം കഴിയുമ്പോഴും ഓർമ്മയിൽ ബാക്കി വയ്ക്കാൻ, സൂക്ഷിച്ചു വയ്ക്കാൻ ഹൃദയത്തിൽ നമുക്കുള്ളത് ഈ ചിന്തയാണെന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാം സന്തോഷത്തിൽ പങ്കുചേരുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.